ചിലർ പറയും പ്രാവിൻ്റെ കണ്ണീര് വീണ് കഴിഞ്ഞാൽ കുടുംബം മുറിഞ്ഞു പോകും, പ്രാവ് കരയും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഒത്തിരി എത്ര വർഷമായെന്ന് എനിക്കറിയത്തില്ല, ഇടവിട്ട് ഒരു 10-15 വർഷത്തിന് മേളിലായിട്ട് എൻ്റെ പ്രാവുണ്ട്. ഇടയ്ക്ക് കുറച്ച് ക്യാപ്പ് വരും, പിന്നെയും വളർത്തും. നമ്മുടെ സണ്ണിച്ചേട്ടൻ തന്ന പ്രാവിൻ്റെ പിള്ളേരാട്ടോ. കെയിലി കടിച്ചൊക്കെ സണ്ണിച്ചേട്ടൻ തന്ന സെപ്പറേറ്റ് ആയി നിൽക്കരുത് കൂവുന്നേ, തീറ്റ കൊടുക്കാറായില്ല, എന്നിച്ച് താമസിച്ചു പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വരാൻ കാരണം പ്രാവ് സമാധാനത്തിൻ്റെയാണ്, എല്ലാ മതക്കാർക്കും അത് സ്നേഹിക്കാറുമുണ്ട്. പക്ഷേ ഈ പ്രാവ് പല ടൈപ്പുണ്ട്. മത്സരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ഷോ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്, ഹൈബ്രിഡിൻ്റെ ക്രോസ് ബ്രീഡായിട്ട് ഇറങ്ങുന്നത്, ഇതൊക്കെ ക്രോസ് ബ്രീഡാട്ടോ. പിന്നെ നാടൻ പ്രാവുകൾ, അമ്പലപ്രാവുകൾ. അമ്പലപ്രാവ് എന്ന് പറയുമ്പോൾ തികച്ചും എന്താ പറയുന്നത്, കാട്ടുപ്രാവുകളെന്ന് പറയും. നമ്മുടെ ഇവിടെ കാണുന്നതല്ല, അതിനേക്കാളും ചെറുതുണ്ട് തമിഴ്നാട്ടിൽ, ഒരു തരത്തിലും ഇണങ്ങത്തില്ല. ഇപ്പോൾ മത്സരപ്രാവുകളാകുമ്പോൾ കിലോമീറ്ററുകൾ പറക്കും. അഥവാ പറവുകളാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും മണിക്കൂറോളം നിന്ന് പറക്കും. അപ്പോൾ പ്രാവിനെ പറ്റി പറയുകയാണെങ്കിൽ പാലൂട്ടി വളർത്തുന്നത്, ഓരോ സമയം ഒരു ഇണയോടെ മാത്രം ജീവിക്കുന്നത്. ചില പ്രാവുകൾ തൻ്റെ ഇണ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ പോലും വേറൊരു ഇണയായിട്ട് ചെയ്യും. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് 2x2 കൂട്ടത്തിലിട്ട് നമുക്ക് വളർത്താം. ഇത് 2x2 1.5 അടി പൊക്കത്തിൽ അവിടെ ഒത്തിരി നാളായിട്ടാണ് കൂട്ടിക്കിടക്കുന്നത്. അതുപോലെ ബ്രീഡ് ആകുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രാവിനെ പറ്റി പറയാനാണെങ്കിൽ. പ്രാവിന് ഇങ്ങനെയൊന്നും വളർത്തല്ല, നല്ല കുറച്ച് നാടൻ പ്രാവുകളെ തുറന്ന് വിട്ട് വളർത്തണം. ആകാശം വിട്ട് പറന്ന് കൂട്ടി തിരിച്ചു വരണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വില്ലന്മാരുടെ എണ്ണം ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്കൊന്നിനെ തുറന്ന് വിട്ട് വളർത്താനൊക്കെയല്ല. ഈ കൂട്ടിലെ നമ്പർ 1 വില്ലന്മാരായതൊക്കെ ഇത് ഫാൻസി, ഇതൊക്കെ നമ്മുടെ ഹോമറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ക്രോസ് ബ്രീഡാണ്, പക്കാ ക്രോസ് ബ്രീഡാണ്. കണ്ട ബൂട്ടൊക്കെ അങ്ങനെ ഞാൻ അധികം കാണിക്കാത്ത എൻ്റെ ചെക്കൻ കേട്ടിൽ നിന്ന് പോയിട്ട് കുറേ നാൾ ശേഷം വന്ന കേട്ടോ. അങ്ങനെ ഒറ്റയാ. പിന്നെ ഞാൻ പറയല്ലോ, ഇങ്ങനത്തെ ഒരു ചെറിയ എലിശല്യം എന്ന് പറഞ്ഞാൽ പ്രായക്കോയിൻ്റെ തീറ്റ വന്ന് നിന്നിട്ട് പോയിരിക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇതൊരു കേജിൽ ബ്രീഡായ കുഞ്ഞായത്. പക്ഷെ ഇവക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇവരുടെ തല കേട്ടോ നോർമൽ പോലെയല്ല ഇരിക്കുന്നത്, എലി കടിച്ച് പരിക്ക് പറ്റിയൊരു തലയാണ്. ആള് നന്നായിട്ട് പറക്കുന്നതായിരുന്നു, ഇപ്പം പറക്കുന്നില്ല. പിന്നെ പ്രാവുകൾക്ക് വരുന്ന അസുഖങ്ങളെന്ന് വെച്ച് പറയുമ്പം കഫക്കെട്ട്, കാല് തളർച്ച, തലവെട്ട്, മെയിൻ തലവെട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളും വരും. അതിനനുസരിച്ച് നമ്മൾ ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാനും പറ്റും. പിന്നെ പ്രാവ് ഒരു അഡിക്ഷനാണ്. പക്ഷേ എത്ര നമ്മൾ വളർത്തി നമുക്കത് അഡിക്റ്റായി കഴിഞ്ഞാൽ ഒരിക്കലും അത് വിട്ട് മാറാനൊക്കെയില്ല. ഒരു 3 വർഷം മുമ്പ് 3-4 വർഷം മുമ്പ് തൂത്തുവാരി ഉണ്ടായിരുന്ന പ്രാവിനെ എല്ലാം പിടിച്ച് കൊടുത്തതാണ്. പക്ഷേ അവൻ്റെ അമ്മ തിരിച്ചു വന്നു. അവളിപ്പോൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. ഒരു 8 വർഷത്തോളം ഉണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. അവളുടെ അമ്മ കാരണമാണ് പിന്നെ ഈ ലോകം ക്രിയേറ്റ് ആയത്. എന്നാൽ ഇപ്പോൾ ഇവരിങ്ങനെ 3, ഇവരൊരു സെറ്റ്, അപ്പുറം 2, അവന്, പിന്നെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ, വയ്യാതെ പറക്കത്തില്ല ആള്. കണ്ടോ, ഇതിൻ്റെ കൂടെ ഒന്ന് ശരിയാക്കണം. അപ്പം കഴിയുന്നത് എല്ലാവരും ഒന്ന് പ്രാവിനെയൊക്കെ വളർത്തി നോക്കണം, എന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് അറിയത്തുള്ളൂ. പിന്നെ ചിലർ പറയും ടർക്കീനെ വളർത്തിക്കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ല, പഴുതാര വരത്തില്ല എന്നൊക്കെ പറയും. മീനൊക്കെ അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ടർക്കി എന്നൊരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റ് പർപ്പസിനാണ്. ഗിനി എന്ന് വെച്ചാൽ അലങ്കാരത്തിന്, ടർക്കി എന്ന് വെച്ചാൽ മീറ്റ് പ്രസ് അലങ്കാരത്തിനായിട്ട് വളർത്തുന്ന സംഭവം ആയതുകൊണ്ടും. പിന്നെന്താ പറഞ്ഞേ, ഇങ്ങോട്ട് വന്നേ ഏറ്റവും അടുത്ത്. അതായത് ക്രിസ്മസ്, ഈസ്റ്ററിനൊക്കെ ഉള്ള സംഭവങ്ങളിൽ വലിയ കുടുംബമായിരുന്നല്ലോ പണ്ട്, അവർക്ക് മീറ്റ് പർപ്പസിനായിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നോർമലി ഈ സാധനത്തിന് അങ്ങനെ കിട്ടാനും ഇല്ല. ഇപ്പം മീറ്റ് പർപ്പസിനായിട്ട് ആരും അങ്ങനെ വളർത്താറുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ കാല് കളച്ചാൽ പോക്സൊക്കെ വന്ന് ചത്തുപോകും. പക്ഷേ രക്ഷപ്പെട്ട് കിട്ടുന്നത് നല്ല ആരോഗ്യത്തെ കയറി വരികയും ചെയ്യും.